ഹലോ, നമുക്കിന്നൊരു കടലക്കറിയുടെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ പുട്ടിൻ്റെ കൂടെയും ആപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കുക്കറിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. തേങ്ങയൊന്നും ചേർക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടല രാത്രി കുതിർത്തെടുത്തതാണ്. ഇതിൽ 2 കപ്പ് കടലയുണ്ട്. അപ്പോൾ വലിയൊരു സവാള നീളത്തിൽ അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും പച്ചമുളകും ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. കടല നന്നായിട്ട് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കറിലേക്ക് കടല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ആദ്യം ചേർക്കാം. തക്കാളി നമ്മൾ പിന്നീട് ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചൊരു 8-10 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. കടല നന്നായിട്ട് വെന്ത് കിട്ടണം. ഇപ്പോൾ ഒരു 8 വിസിൽ വന്നു. അതിനുശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇതുപോലെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടണം. അപ്പോഴാണ് നമുക്ക് ഈ കടലക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് കണ്ടോ, ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് മസാലകൾ വഴറ്റിയെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ എരിവുള്ള മുളക് പൊടിയാണ്. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതിയാവും. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ലേശം കുരുമുളക് പൊടി കൂടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിതൊക്കെ ചേർക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തോടയട്ടെ. ഒരു നുള്ളും ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്, കുറച്ച് ചേർത്താൽ മതിയാവും. ഇതിൻ്റെ ഒരു ഗ്രേവിക്ക് വേണ്ടി മാത്രമാണ്. നമ്മൾ കടലയിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഇനി അടച്ച് വെച്ചൊരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ തക്കാളി നല്ലപോലെ ഉടഞ്ഞ് എണ്ണയൊക്കെ മുകളിലേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമോ പച്ചവെള്ളം എന്തായാലും കുഴപ്പമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി റെഡിയായി. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. ഞാൻ ഒരുപാട് തരത്തിൽ വെച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ വെക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കടലക്കറി നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതും. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ഇപ്പം നല്ലപോലെ തിളച്ചിട്ട് നമ്മുടെ കടലക്കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ അത് ഭയങ്കര ടേസ്റ്റാണ്, പുട്ടിൻ്റെയും മാപ്പത്തിൻ്റെയും ഒക്കെ കൂടെ. ഇത് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില കൂടി താളിച്ച് ചേർക്കാം. അപ്പോൾ എല്ലാവരും ഈ കടലക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.